ജോയിയുടെ മരണം ഒരു കൊലപാതകമാണ്. കരുതിക്കൂട്ടിയുള്ള ഒരു നരഹത്യയാണ്. നമ്മളുടെ കോർപ്പറേഷൻ നേതൃത്വത്തെയാണ്, ഒരുപക്ഷെ മേയറാണ് പ്രതിക്കൂട്ടിലാകുന്ന ആദ്യത്തെ വ്യക്തി. റെയിൽവേ, സദേൺ റെയിൽവേ ആണ്, അതിന് ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇതിന് കാരണക്കാർ, കുറ്റക്കാർ, പ്രതികൾ. സർക്കാർ, മേയർ എന്ത് ചെയ്യുന്നു, റെയിൽവേ എന്ത് ചെയ്യുന്നു, സർക്കാരിന്റെ ഇതര കാക്കത്തൊള്ളായിരം ഏജൻസികൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ ഇവിടെ ആരുമില്ല. നമസ്കാരം. ക്രേസി ഡെമോക്രസിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ജോയിയുടെ മരണമാണ്. ജോയിയുടെ മരണം ഒരു കൊലപാതകമാണ്, ബോധപൂർവമുള്ള നരഹത്യ. അതുകൊണ്ടായിരിക്കുമല്ലോ കോടതി സ്വമേധയാ ആ കേസ് ഏറ്റെടുക്കുന്നത്. ആരാണ് അതിന് ഉത്തരവാദി? കോടതി അന്വേഷിക്കുന്നത് ആരിലേക്കാണ്, ആർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിക്കുക, ആരാണ് പ്രതിക്കൂട്ടിലാകുക? എല്ലാവരും പെട്ടെന്ന് പറയുന്നത് നമ്മളുടെ കോർപ്പറേഷൻ നേതൃത്വത്തെയാണ്, ഒരുപക്ഷെ മേയറാണ് പ്രതിക്കൂട്ടിലാകുന്ന ആദ്യത്തെ വ്യക്തി. പ്രധാന പ്രതി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനാണ്. രണ്ടാമത് വിരൽ ചൂണ്ടുന്നത് ജോയി ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്തപ്പോൾ മരണപ്പെട്ടത്? അത് ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഡക്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ആമയിഴഞ്ചാൻ തോടിലേക്കുള്ള തങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഡക്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറക്കിയപ്പോഴാണ് ഒരു സാധുവായിട്ടുള്ള ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഏക സാമ്പത്തിക സ്രോതസ്സായ നട്ടല്ലായിട്ടുള്ള അമ്മയുടെ എല്ലാ വിധത്തിലുമുള്ള ആശ്രയമായിട്ടുള്ള മകൻ ജോയി മരണപ്പെടുന്നത്. ജോയിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിലെ ഏത് വിഷയത്തിലും എടുത്തു ചാടി സഹായത്തിനെത്തുന്ന ഒരു വ്യക്തി എന്നാണ് കേട്ടത്. ഏത് അപകടം പിടിച്ച മേഖലയിലാണെങ്കിലും ജോയിയുടെ സാന്നിധ്യം അനുഭവിച്ചവരാണ് തിരുവനന്തപുരം സ്വദേശികൾ. ഒരു നല്ല വീട് ജോയിക്ക് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന വീട്ടിലേക്ക് കയറിപ്പോകാൻ ഒരു നല്ല നടപ്പാത പോലും ഉണ്ടായിരുന്നില്ല. സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഒരു സംവിധാനം പോലും ജോയി താമസിച്ചിരുന്ന വീട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നില്ല. അത്തരം ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട സാധു ആയിട്ടുള്ള ഒരു ജോയി എന്ന് പറയുന്ന സാധു മനുഷ്യനെ കൊല്ലാക്കൊലയ്ക്ക് അയക്കുവാൻ റെയിൽവേ കരുതിക്കൂട്ടി കാണിച്ച ആ ഒരു വ്യഗ്രതയ്ക്ക് എതിരെ വേണമെങ്കിൽ കോടതിക്ക് വിരൽ ചൂണ്ടാം. കോടതി പറയും ഇന്ത്യൻ റെയിൽവേ, സദേൺ റെയിൽവേ ആണ്, അതിന് ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇതിന് കാരണക്കാർ, കുറ്റക്കാർ, പ്രതികൾ. ഞാൻ പറയുന്നു, തിരുവനന്തപുരം മേയർ അല്ല പ്രതി, സദേൺ റെയിൽവേ അല്ല പ്രതി, പിന്നെ ആരാണ് പ്രതി? അവിടേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. ആമയിഴഞ്ചാൻ തോട്, പാർവതി പുത്തനാറ്, ഇതൊക്കെ ഒരു കാലത്ത് പരൽ മീനുകൾ നിർബാധം ഉല്ലസിച്ച് നീന്തി തുടിച്ചിരുന്ന നീരുറവകളുള്ള അല്ലെങ്കിൽ ജലസ്രോതസ്സുകളായിരുന്നു. റാണി റജന്റ് ഒരു കാലത്ത് കേരളത്തിലെ ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് പാർവതി പുത്തനാർ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് കന്യാകുമാരി മുതൽ ഏകദേശം നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും കായൽ മാർഗം ഇൻലാൻഡ് വാട്ടർ സർവീസുകൾ അന്നുണ്ടായിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ശിവഗിരിയുടെ തുരങ്കം അടഞ്ഞുപോയതും പാർവതി പുത്തനാറിന്റെ ശോചനീയാവസ്ഥയും ഈ ഒരു രീതിയിൽ കെടുകാര്യസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയ കാലങ്ങളായി. അവിടെയാണ് ഏറ്റവും നഗരത്തിന്റെ എല്ലാ വിധത്തിലുമുള്ള മാലിന്യങ്ങൾ കയറിക്കൊണ്ട് കാളിന്തി നദി ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട് ഒഴുകുന്നത്. ഈ തോടിലേക്ക് പോകുന്ന, തങ്ങളുടെ ഡക്റ്റിലേക്ക് പോകുന്ന സ്ഥലത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യ മല നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ജോയിയെ റെയിൽവേ ഉദ്യോഗസ്ഥർ നിയോഗിച്ചത്. കാലുവഴുതി ജലാശയത്തിലേക്ക് അല്ലെങ്കിൽ കുഴിയിലേക്ക് വീണു. അവിടെ നിന്നും ഡക്റ്റിലൂടെ ഒഴുകിപ്പോയ ജോയി 1 കിലോമീറ്ററിനപ്പുറം പോയി മറ്റൊരു സ്ഥലത്താണ് തടസ്സപ്പെട്ട നിലയിൽ ജോയിയുടെ മൃതശരീരം കണ്ടത്. ഒരു മനുഷ്യൻ ജലത്തിൽ തൊട്ടാൽ ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, കരിനീലിച്ച് കിടക്കുന്ന വെള്ളമാണ്. നഗരത്തിന്റെ എല്ലാ വിധത്തിലുമുള്ള മാലിന്യങ്ങൾ പേറിക്കൊണ്ടൊഴുകുന്ന വെള്ളമാണ്. എല്ലാ വിധത്തിലുള്ള അണുക്കൾ, ജീവാണുക്കൾ, എല്ലാ വിധത്തിലുള്ള മാരക രോഗാണുക്കൾ എല്ലാം അതിനകത്തുണ്ട്. എല്ലാ തരത്തിലുള്ള പെസ്റ്റിസൈഡിന്റെയും എല്ലാ തരത്തിലുള്ള വിഷവാതകങ്ങളുടെയും ഒക്കെ സമ്മിശ്രമായിട്ടുള്ള ആ ജലത്തിനകത്ത് ഒരാൾ അകപ്പെട്ടു പോയാൽ ഓക്സിജൻ പോയിട്ട് ഒന്ന് മുങ്ങി ഉയർന്നാൽ പോലും ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കുമെന്ന് തോന്നാൻ പറ്റത്തില്ല. അത്രത്തോളം മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന ആമയിഴഞ്ചാൻ തോടിനകത്ത് വീണ ജോയിയെ
രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സമൂഹം മുഴുവനും ഉള്ളുരുകി പ്രാർത്ഥിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സും അതുപോലെ തന്നെ നേവിയുടെയൊക്കെ മുങ്ങൽ വിധത്തിനും സ്കൂബ ഡൈവേഴ്സും ഒക്കെ വന്ന് ഒരുപാട് ശ്രമിച്ചു. രാവും പകലും മാധ്യമങ്ങളടക്കം കണ്ണു ചിമ്മാതെ ജോയിയെ കാണാൻ വേണ്ടി കണ്ടെത്താൻ വേണ്ടി തിരയുന്ന വേളയിലാണ് എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കുവാനുള്ളത്. ഈ ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്തനാറും പേരണ്ടൂർ കനാലിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ എറണാകുളത്തേക്ക് എത്തുമ്പോൾ പേരണ്ടൂർ കനാലും നമ്മുടെ ജലാശയങ്ങളിലേക്ക് നമ്മളൊന്ന് വിരൽ ചൂണ്ടുകയാണ്. എല്ലാ നഗരത്തിലൂടെ ഒഴുകുന്ന നദികളും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇടത്തോടുകൾ കൈത്തോടുകളെല്ലാം തന്നെ കാളിന്തിയായിട്ടാണ് ഒഴുകുന്നത്. കരിനീലിച്ച കളറിൽ ഒഴുകുമ്പോൾ നഗരത്തിൻ്റെ മുഴുവൻ മാലിന്യങ്ങളും പുറന്തള്ളുവാൻ വേണ്ടിയുള്ള ഒരു ഏറ്റവും എളുപ്പ വഴിയിലുള്ള ഉപാധിയായിട്ടാണ് ഇന്ന് ഇത്തരം ജലസ്രോതസ്സുകളെ ജനങ്ങളും സർക്കാരും റെയിൽവേ പോലെയുള്ള ആ ഏജൻസികളും കാണുന്നത്. ഇല്ലെങ്കിൽ റെയിൽവേക്കറിയാം തങ്ങളുടെ സദേൺ റെയിൽവേയിലൂടെ സഞ്ചരിച്ചു വരുന്ന യാത്രക്കാർ പുറന്തള്ളുന്ന എല്ലാവിധത്തിലുള്ള മാലിന്യങ്ങളും പുറന്തള്ളുന്നത് ആമയിഴഞ്ചാൻ തോട്ടിലേക്കാണ്. അങ്ങനെ പുറന്തള്ളുന്ന ആമയിഴഞ്ചാൻ തോട് വർഷത്തിലൊരിക്കലെങ്കിലും ഡ്രഡ്ജ് ചെയ്ത് ക്ലീൻ ചെയ്ത് ആ വേസ്റ്റുകൾ എടുത്ത് പ്ലാസ്റ്റിക്കിന് തരംതിരിച്ച് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് അയക്കണം, അല്ലെങ്കിൽ റീസൈക്ലിങ്ങിന് അയക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇതൊന്നും സർക്കാരോ കോർപ്പറേഷനോ റെയിൽവേയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയും, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനല്ല ഇതിനകത്തെ പ്രധാന പ്രതിയാകേണ്ടത്. ഞാൻ പറയും, ദക്ഷിണ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരല്ല ഇവിടുത്തെ പ്രധാന പ്രതിയാകേണ്ടത്. ഞാൻ പറയുന്നത്, ഇവിടെ പ്രധാന പ്രതിയാകേണ്ടത് തിരിച്ചറിവില്ലാത്ത പ്രതികരണശേഷിയില്ലാത്ത കേരള ജനതയാണ് പ്രതിയാകേണ്ടത്. നമ്മൾ ഒരൊറ്റ വ്യക്തി ഒരു ദിവസം ഒന്നും വിചാരിച്ചാൽ മതി ഇവിടുത്തെ ഇത്തരം അനാസ്ഥകളൊക്കെ ഒന്നും മറികടക്കാനായിട്ട്. നവാബ് രാജനെ പോലുള്ള ആൾക്കാരെ നമുക്കറിയാം, സ്വന്തം പണം മുടക്കി കോടതിയിൽ വരെ പോയി പ്രതിഷേധിച്ച സാമൂഹ്യ വിഷയത്തിൽ പ്രതിഷേധിച്ച നവാബ് രാജനെ പോലുള്ള ആളുകൾ ചെയ്തിരുന്നത് ഒരു മാസായിട്ട് ചെയ്യണം. ഒരു സമൂഹം ചെയ്താലേ ഇതിനൊക്കെ അറുതി വരുള്ളൂ, ഇനി മറ്റൊരു ജോയി കൊല്ലപ്പെടാതിരിക്കുകയുള്ളൂ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആമയിഴഞ്ചാൻ തോട്, പാർവതി പുത്തനാറ്, ഇതൊക്കെ ഒരു കാലത്ത് പരൽ മീനുകൾ ആർത്തുല്ലസിച്ച് നീന്തി തുടിച്ചിരുന്ന ജലസ്രോതസ്സുകളായിരുന്നു. പാർവതി പുത്തനാറ് റീജൻ ലക്ഷ്മിബായി തമ്പുരാട്ടി ഉണ്ടാക്കിയ സമയത്ത് തന്നെ അത് സമൂഹത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു ജലപാതയായിട്ട്, കേരളത്തിന് കുറുകെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജലപാതയായിട്ട് മാറാൻ വേണ്ടിയാണ് പാർവതി പുത്തനാറ് ഉണ്ടാക്കിയത്. കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ് പുത്തനാറ്. അതുപോലെ തന്നെ ആമയിഴഞ്ചാൻ തോട്, ഈ ആമയിഴഞ്ചാൻ തോട് ഇന്ന് കാളിന്തി നദിയെ മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഴുവൻ എല്ലാ മാലിന്യങ്ങളും ഞാൻ ശിരസ വഹിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആമയിഴഞ്ചാൻ തോട് മുന്നോട്ട് പോകുന്നത്. ആമയിഴഞ്ചാൻ തോട് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ മാലിന്യ മലകൾ കാരണം ജലത്തിന് ഒഴുകുവാൻ തടസ്സമായി നിൽക്കുന്ന തോടാണ്. ഇരിഞ്ഞാൻ ഒഴുകട്ടെ പോലെയുള്ള ഒത്തിരി സംസ്ഥാന സർക്കാർ പദ്ധതികൾ കടലാസിൽ ഒതുങ്ങുമ്പോഴാണ് ആമയിഴഞ്ചാൻ തോട് ഇന്ന് ഈ ഒരു രീതിയിൽ ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇത് പറയുമ്പോൾ എനിക്കും ഈ പറയുന്നതിനോട്ട് ചുമ വരികയാണ്. കാരണം എന്താ, ഇപ്പം പനിയുടെ കാലഘട്ടമാണ്. ഒരു ദിവസം തന്നെ 13 മരണം കേരളത്തിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ് ആരോഗ്യ വകുപ്പ്. പനി വന്നിരിക്കുന്നു, കോളറ വന്നിരിക്കുന്നു, മറ്റ് കേട്ടുകേൾവിയില്ലാത്ത വൈറൽ ഫീവറുകൾ വരുന്നു. ജനങ്ങൾക്ക് എന്താണ് രോഗമെന്ന് തിരിച്ചറിയുവാൻ ഡോക്ടറിനും സർക്കാരിനും കഴിയുന്നില്ല. പലരും മരണത്തിന് കീഴടങ്ങുന്നു. എന്താണ് ഇത്തരം രോഗങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ കടന്നു വരുവാൻ കാരണം? നാളിതുവരെ കേട്ടുകേഴ്വിയില്ലാത്ത രോഗവിവരങ്ങളാണ് ജനങ്ങൾ കൈമാറുന്നത്. ഈ ഒരു കാരണങ്ങൾക്കെല്ലാം കാരണം നമ്മളുടെ വേസ്റ്റ് മാനേജ്മെന്റ് തന്നെയാണ്. അതിനാരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഏകോപനം ഇല്ലായ്മ എന്നാണ് അതിന് പറയേണ്ടത്. കേരളത്തെ സംസ്ഥാന ഗവൺമെന്റ് പല ഏജൻസികളും പല രീതിയിൽ നിൽക്കുന്നു. ദേശീയ ഏജൻസികളായിട്ടുള്ള റെയിൽവേ അടക്കമുള്ളവർ ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം, നിങ്ങൾ അങ്ങോട്ട് അതിര് കിടക്കരുത് എന്ന് പറയുന്ന രീതിയിലേക്ക്. ഇവിടെ കോർപ്പറേഷന്റെ ഫണ്ട് വിനിയോഗിച്ചിട്ട് റെയിൽവേക്ക് ആ ടണൽ ക്ലീൻ ചെയ്യുന്നതിനകത്ത് യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ റെയിൽവേയുടെ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് കോർപ്പറേഷനും ആ കാര്യത്തിൽ ഇടപെടാം. എന്തായാലും വേസ്റ്റ് ഈസ് മണി എന്ന് പറയുന്നൊരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആമയിഴഞ്ചാൻ തോടിൽ നിന്നും ലക്ഷക്കണക്കിന് ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ഇന്നലെ നമ്മൾ കണ്ടത് JCB ഉപയോഗിച്ചുകൊണ്ട് കോരി മാറ്റിയത്. ശരിക്കും കോർപ്പറേഷനിൽ ഇന്ന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഗതികെട്ട് അലയുന്ന ഒരു സാഹചര്യമാണ്. ശരാശരി കടം ഇന്ന് ഒരു ആളോഹരി കടം 2 ലക്ഷം രൂപയിൽ കവിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ ആമയിഴഞ്ചാൻ തോടിന്റെയും അതുപോലെ തന്നെയുള്ള പാർവതി പുത്തനാറിലെയും പേരണ്ടൂർ കനാലിന്റെയും ഒക്കെ മാലിന്യം കോരി വിറ്റാൽ പോലും സംസ്ഥാന ഗവൺമെന്റിന് ജനങ്ങളെ സഹായിക്കാൻ പറ്റും. ജനങ്ങളുടെ പ്രതിശീർഷ കടത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ പറ്റും. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു വ്യക്തി
അത് മുഖ്യമന്ത്രിയാകാം, പ്രതിപക്ഷ നേതാവാകാം, ഈ 140 MLA എന്ന് പറഞ്ഞ് നമ്മുടെ ഈ പറയുന്ന നിയമസഭയിൽ പോയിരുന്ന് ബഹളം വയ്ക്കുന്ന ആരെങ്കിലും ഒരാളാകാം. ഇറങ്ങി നിന്ന് ചോദിക്കണം, എൻ്റെ തോട് ഇങ്ങനെ ആകാൻ പാടില്ല, എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഏജൻസികൾ ഇത് ഏകോപനം നടത്തി ഇത് വൃത്തിയാക്കുന്നില്ല എന്ന് ചോദിക്കണം. അത് ചോദിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു മാധ്യമവുമില്ല. വാർത്ത സംപ്രേഷണം ചെയ്യുക മാത്രമല്ല വേണ്ടത്, വാർത്തയിൽ ഇടപെട്ടുകൊണ്ട്, നിരന്തരം ഇടപെട്ടുകൊണ്ട് ഈ പറയുന്ന ഏജൻസികളുടെ ഏകോപനം നടത്തി നമുക്കത് ചെയ്യാൻ സാധിക്കണം. അവിടെയാണ് ഒരു മാധ്യമ പ്രവർത്തകരും മാധ്യമ സംഘവും വിജയിക്കുന്നത്. ഒരു തോടുകളും, ഒരു നഗരത്തിലൂടെ ഒഴുകുന്ന തോടുകളും കാളിന്തി നദി ആകരുത്. ആ തോട്ടിലേക്ക് വ്യക്തികളും സ്ഥാപനങ്ങളും മനുഷ്യ ശരീര അവശിഷ്ടങ്ങൾ അടക്കം വരുന്നതാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ നഗരത്തിലെ മിക്ക ഹോസ്പിറ്റലുകളിൽ നിന്നുമുള്ള മനുഷ്യ ശരീര അവശിഷ്ടങ്ങൾ പുറന്തള്ളുന്നത് ആമയിഴഞ്ചാൻ പോലെയുള്ള തോടുകളിലേക്കാണ്. അതുപോലെ സ്ലോട്ടർ ഹൗസിൽ നിന്ന് വരുന്ന മൃഗ അവശിഷ്ടങ്ങൾ, അങ്ങനെ നൂറുകണക്കിന് മാലിന്യ മലകൾ ചേർന്ന് ഡംപ് ചെയ്യപ്പെടുന്ന ആമയിഴഞ്ചാൻ തോടിലാണ് പാവപ്പെട്ടവനായിട്ടുള്ള സാധുവായിട്ടുള്ള ജോയി കടന്നു വരുന്നത്, അതിലിറങ്ങി ആ തോട് വൃത്തിയാക്കുവാനായിട്ട്. ജോയിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നു ജോയിയെ സംബന്ധിച്ചിട്ട് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ, ജോയിയെ ക്ഷണിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് നന്നായിട്ട് അറിയുന്ന ആളാണ് ജോയിയെ സംബന്ധിച്ച്. അതുപോലെ തന്നെ തിരുവനന്തപുരം നിവാസികൾക്കും അറിയാം, ഏതൊരു വിഷയത്തിലും എടുത്തു ചാടി ഇതേപോലെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരും ചെയ്യാത്ത ജോലികൾ ഏറ്റെടുത്ത് ചെയ്യാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണ്. മറ്റ് ആളുകളെ, സഹജീവികളെ, സമൂഹത്തിനെ സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരക്ഷരനായിട്ടുള്ള ഒരു തൊഴിലാളിയാണ്. യൂണിയൻ ഇല്ലാത്ത, ഒരു കാര്യത്തിലും ആരും സഹായിക്കാനില്ലാത്ത, എന്തിനു പറയുന്നു, അമ്മയും മകനും മാത്രം ജീവിക്കുന്ന വീട്ടിലേക്ക് 2 അടി പാത പോലും വൃത്തിയായിട്ട് കൊടുക്കുവാനില്ലാത്ത, സുഹൃത്തുക്കൾ പോലും ഇല്ലാത്ത ആളാണ് ജോയി. ഈ ജോയിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ജോയിക്ക് വേണ്ടി എല്ലാവരും കണ്ണിൽ എണ്ണയും ഒഴിച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ എല്ലാ മാധ്യമങ്ങളും ഈ ജോയിയുടെ മരണം അല്ലെങ്കിൽ ജോയിയെ തെരച്ചിൽ കാണിക്കുന്നതിന്, ജോയിയെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ലൈവായിട്ട് കാണിച്ച ശുഷ്കാന്തി നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചത് വളരെ സന്തോഷമുണ്ട്, അപ്രീഷിയേറ്റബിൾ ആണ്. നിങ്ങളത് നിർത്തരുത്. ആമയിഴഞ്ചാൻ മാത്രമല്ല, പാർവതി പുത്തനാർ മാത്രമല്ല, പേരണ്ടൂർ കനാൽ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മലീമസമായിട്ടുള്ള നദികളിലും നിങ്ങളുടെ ലൈവ് ടെലികാസ്റ്റ് നടക്കണം. അവിടെ നിന്ന് നിങ്ങൾ നാളെ മുതൽ റിപ്പോർട്ട് ചെയ്യണം. ഈ റോഡുകളും തോടുകളും എല്ലാം വൃത്തിയാക്കണം. അവിടെ ഇനിയൊരു ഇതേപോലുള്ള ജീവൻ അപഹരിക്കത്തക്ക തരത്തിൽ മാലിന്യ കൂമ്പാരങ്ങൾ വരരുത്. പരൽ മീനുകളും നമ്മളുടെ മുഷിക്കുഞ്ഞുങ്ങളൊക്കെ വീണ്ടും ആർത്തുല്ലസിച്ച് നീന്തി തുടിക്കണം. അത്തരം നദികളും തോടുകളും തടാകങ്ങളും നമ്മുടെ ഇടയിലേക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നൂറുകണക്കിന് ഏജൻസികൾ സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ പറയും ഇത് ഏറ്റെടുക്കും. ആരും ഏറ്റെടുത്തില്ലെങ്കിൽ നമുക്കൊരു വജ്രായതുകൊണ്ട് നാഷണൽ ഡിസാസ്റ്റർ ആക്ട് 2005, ഈ നാഷണൽ ഡിസാസ്റ്റർ ആക്ടിനനുസരിച്ച് നമുക്ക് ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് തോന്നുന്ന ഏതൊരു വിഷയത്തിലും ഏതൊരു ഏജൻസിക്ക് ഇടപെടാം എന്നാണ് അത് പറയുന്നത്. എന്തായാലും അത്തരം ഒരു ആക്ട് നിലവിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ എനിക്ക് തോന്നുന്നത്, നമുക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഇതേപോലെ ആമയിഴഞ്ചാൻ വൃത്തിയാക്കാനായിട്ട് മുൻകൈ എടുത്ത ഒരു IAS കാരനുണ്ട്, ജിജി തോംസന്റെ ശബ്ദം നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. തന്നെ ഈ പാവപ്പെട്ട മനുഷ്യന്റെ നിര്യാണത്തില് എന്റെ അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. ഇത് വാസ്തവത്തിൽ ഇത് ഒരു കൊലപാതകമാണ്. ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. എന്തൊരു പാവപ്പെട്ട മനുഷ്യനെ അവർ കൊലയ്ക്ക് കൊടുക്കുന്നു. കാരണം നമ്മുടെ എല്ലാവരുടെയും അനാസ്ഥ, നമ്മൾ കാണിക്കുന്ന അനാസ്ഥയ്ക്ക് ബലിയാടായ ആളാണ് ജോയ്. ഈ ഒരു മനുഷ്യൻ ഇത്രയും വലിയ യുദ്ധകാല അടിസ്ഥാനത്തിൽ അവിടെ ഇപ്പൊ 2 ദിവസമായിട്ട് ക്ലീനിങ് നടക്കുന്നു. ഈ ക്ലീനിങ് നടക്കാൻ ഒരു മനുഷ്യന്റെ ജീവൻ പൊലിയേണ്ടിയിരുന്നോ? ഇതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. ഇതിനു മുമ്പ് ഇത് കണ്ടില്ലേ? ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എടുത്തെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നുണ്ട്. എന്തെല്ലാം മാലിന്യങ്ങളാണ് ഉള്ളത്. ചാക്ക് കണക്കിനാണ് മാലിന്യങ്ങൾ എടുത്തു മാറ്റുന്നത്. 2015 ഇത് ചെയ്തപ്പോഴും ഞങ്ങൾ കണ്ടതാണ്. ഇറച്ചി കച്ചവടക്കാര് അവരുടെ കടയിലെ ഉച്ചിഷ്ടങ്ങളെല്ലാം പന്നി ഫാമിന് വിൽക്കും. ആ പന്നി ഫാമിന്റെ കോൺട്രാക്ടർ വന്നത് ഈ ചാക്കിൽ കളക്ട് ചെയ്തിട്ട് അതെല്ലാം ആമയിഴഞ്ചാൻ തോട്ടിൽ നിക്ഷേപിച്ചിട്ട് അയാളങ്ങ് പോകും. എല്ലാം രാത്രിയുടെ മറവിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ ഓരോ സ്ഥലത്തും ആശുപത്രി മാലിന്യങ്ങൾ എടുത്തെറിയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ആശുപത്രികളുടെ അടുത്തൂടെ പോകുന്ന തോടുകൾ പോയി നോക്കൂ, എന്തുമാത്രം ആശുപത്രി മാലിന്യങ്ങൾ അവിടെ കിടപ്പുണ്ടെന്ന്. ഇതൊക്കെയാണ് നമ്മൾ തടയേണ്ടത്. ഇത് തടയേണ്ടത് ആരാണെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ മറ്റൊരാളുടെ പേരിൽ കുറ്റം ചാരി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കോർപ്പറേഷൻ അതിർത്തിയിൽ ചെയ്യേണ്ട ജോലി കോർപ്പറേഷൻ ചെയ്യണം.
അല്ലാത്ത സ്ഥലത്ത് ചെയ്യേണ്ടത് അതിന് ഉത്തരവാദപ്പെട്ടവർ ചെയ്യണം. ഇവരെ എല്ലാവരും ഏകോപിപ്പിക്കേണ്ടത് ജോലിയാണ് ഗവൺമെന്റിനുള്ളത്. ഇത്രയും ഏജൻസികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെ ഏകോപിപ്പിക്കാൻ നമുക്ക് സംസ്ഥാന തലത്തില് ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവണം. അതിന് നമ്മുടെ കയ്യിലൊരു വജ്രായുധമുണ്ട്. അതിന്റെ പേരാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005. അതിൽ ആവശ്യങ്ങൾക്ക് നമ്മളുടെ നിയമ പരിരക്ഷയുണ്ട്. നമ്മൾ എടുക്കുന്ന നടപടികൾക്ക് കോടതികൾക്ക് ഇടപെടാൻ സാധിക്കില്ല. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മാത്രമേ അത് പരിഗണനയിൽ എടുക്കുകയുള്ളൂ. അതിന്മേലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അപ്പീലുകൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്കിത് ചെയ്യുന്നതിന് എന്താണ് തടസ്സം? ഇത് ഇത്രയും എന്തോരം മാലിന്യങ്ങൾ ഇപ്പോഴും തന്നെ നമ്മൾ ആ ശവശരീരം എടുത്ത സ്ഥലത്ത് ആമയിഴഞ്ച തോടിൽ കിടക്കുന്ന ഈ മാലിന്യങ്ങൾ എവിടെ നിന്നും വന്നു? ഇത് പിന്നെ റെയിൽവേ റെയിൽവേക്കാരെ എടുത്തെറിയുന്ന അഴുക്ക് മാത്രമാണോ ഇത്? അതൊന്നും ഉണ്ടാവാം. പക്ഷെ ഇതിന്റെ 90% ആ മാലിന്യങ്ങളും വന്നിരിക്കുന്നത് അല്ലാതെ ജനങ്ങൾ എടുത്തെറിയുന്ന മാലിന്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ വലിയ വലിയ സ്ഥാപനങ്ങളും ഇത് വാസ്തവത്തിൽ ഇതൊരു വലിയ നമുക്ക് ഇതിനേക്കാളും വലിയ ലജ്ജാകരമായ ഒരു അവസ്ഥാവിശേഷമില്ല. ഞാനത് ഏതെങ്കിലും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ എന്റെ സഹപ്രവർത്തകരായിരുന്ന ഉദ്യോഗസ്ഥന്മാരോടാണ് ഞാൻ ഇത് പറയുന്നത്. അവര് ഇതിനകത്തൊക്കെ ഇത് നോക്കൂ, ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനം വേണം. നിർഭാഗ്യവശാല് അത് ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഒന്നാം ഞാൻ ഇന്നലെ തന്നെ ഏതോ ചാനൽ ചർച്ചകളിൽ ഞാൻ പറഞ്ഞു. കാരണം ഇതൊരു ഗ്ലാമറസ് ജോബ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ ആർക്കും ഇഷ്ടമല്ല. ഇത് ചെയ്യേണ്ടി വരുന്ന ഉദ്യോഗസ്ഥന് അവിടെ ഒന്നുമില്ലെങ്കിൽ അവിടെ പോയി നിൽക്കുകയോ അവിടെ അഴുക്ക് ചാനലിന്റെ അടുത്തുകൂടെ പോവുകയോ കൊതുകടി കൊള്ളുകയോ അമേരിക്കത്തിൽ ചവിട്ടുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ തീർച്ചയായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിലുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ളവരെ തേടി പിടിച്ച് അവരെ കൊണ്ട് അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഈ പരിപാടി ആവിഷ്കരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതാണ് നമ്മൾ 2015 ചെയ്ത് വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ മുൻപിൽ ഒരു മോഡലുണ്ട്. അതിന്റെ ക്രെഡിറ്റ് എനിക്ക് തരണ്ട. അത് ചെയ്ത ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിന്റെ പിന്നിൽ എത്ര പേരാണ് കിടന്ന് കഷ്ടപ്പെട്ടത്. എന്റെ തഹസിൽദാർ ശശികുമാറിന് തലയ്ക്ക് മുറിവേറ്റു. വേറെ കുറെ പേര് മോഹാലിസ്യപ്പെട്ട് വീണു. ഒരു കോൺട്രാക്ടറുടെ തൊഴിലാളികൾ അവിടെ മോഹാലിസ്യപ്പെട്ട് വീണു. പിന്നെ അവസാനം വേറൊരു കോൺട്രാക്ടർ വിനോദ് എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിന്റെ തൊഴിലാളിയും കൊണ്ടാണ് യന്ത്രക്കൈകൾ ഉപയോഗിച്ച സാധനങ്ങൾ വലിച്ചു മാറ്റിയത്. അന്ന് 700 ലോഡ് സാധനങ്ങൾ അഴുക്കാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ അടിയിൽ നിന്നും എടുത്തു മാറ്റിയത്. അപ്പൊ പിന്നെയും ഇത് എങ്ങനെ വരുന്നു? ഇപ്പോഴും വേണമെങ്കിലും നോക്കൂ, തിരുവനന്തപുരം നഗരത്തിലെ ഓടകളെല്ലാം ഒരു ഓട്ടപ്രദർശനം നടത്തൂ, എവിടെയൊക്കെ എന്തൊക്കെ കിടക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കൺമുൻപിലാണ് കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ നമ്മൾ അതൊക്കെ നിഷേധിച്ചിട്ട് ഇതിനെ മറ്റാരുടെങ്കിലും തലയിൽ ഇത് കെട്ടിവെക്കുന്നത് ഒരിക്കലും ആശാസ്യകരമായ ഒന്നല്ല. അതൊരു നല്ല ഭരണാധികാരിക്ക് ചേർന്നതല്ല. നമ്മുടെ കുറവ് കണ്ടെത്തി മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചാൽ അത് അംഗീകരിക്കാൻ തയ്യാറാവണം. അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ പറയുന്ന എല്ലാവർക്കും ഉണ്ട്. അതിന് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അവര് തന്നെ സ്വയം തീരുമാനിക്കട്ടെ. കാരണം ഈ കാലത്ത് ധാർമ്മികതയും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ധാർമ്മിക ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ അസ്ഥാനത്താണ്. അന്ന് നിർലോഭമായ സഹകരണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എനിക്ക് ലഭിച്ചത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത്. അല്ലാതെ ഞങ്ങളുടെ ആരുടെയും മികവ് കൊണ്ടൊന്നുമല്ല. നല്ലൊരു ടീം അഹോരാത്രം പ്രവർത്തിച്ചു. ഗവൺമെന്റ് അതിനകത്ത് യാതൊരു ഇന്റർഫിയറൻസും നടത്തിയില്ല. ഗവൺമെന്റ് ഞാൻ ഉദ്ദേശിച്ചത് മന്ത്രിസഭ. അപ്പൊ അവരെ എല്ലാവരെയും അതിൽ നിന്നും മാറ്റി നിർത്തി ഞങ്ങൾക്ക് നല്ല ഫ്രീഡം തന്നു. ചെയ്യേണ്ട ജോലികൾ കൃത്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. ആഴ്ചയിൽ ഒരിക്കലും ചീഫ് മിനിസ്റ്ററിനെ ഞങ്ങൾ അത് ധരിപ്പിച്ചു. അങ്ങനെയാണ് അത് കാര്യങ്ങൾ പോയത്. ഇവിടെ അങ്ങനെ ഒരു ഏർപ്പാട് ഉണ്ടാവണം. കാരണം ഇത് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് മന്ത്രിമാര് മാത്രമല്ലല്ലോ. ഗവൺമെന്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി മുതലുള്ള ക്യാബിനറ്റിലുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും വില്ലേജ് ഓഫീസർ വില്ലേജ് അസിസ്റ്റന്റ് വരെയുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടി ചേരുന്നതാണ് ഈ ഭരണയന്ത്രം. അത് ചലനാത്മകമാക്കണമെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാര് അതിന് മുന്നിട്ടിറങ്ങണം. അതാണ് ഞാൻ പറയുന്നത്. അത് ചെയ്യാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അവര് പറയും, ഞാൻ ചിലരൊക്കെ എന്നോട് രഹസ്യമായിട്ടെങ്കിലും പറയുന്നുണ്ട്, സാറേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യുന്നതൊന്നും അവർക്കൊന്നും ഇഷ്ടാവില്ല. ഇങ്ങനെയാ പറയുന്നത്. ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് അവർക്ക് അനുവാദം കൊടുക്കണം. അങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അല്ലാതെ ഇത് പിന്നെ ഏതെങ്കിലും ഒരു മന്ത്രി ഇതിന് ചുമതല ഏൽപ്പിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും മന്ത്രിക്ക്? ഇന്നലെ ഞാൻ ഈ കാര്യം പറഞ്ഞതാണ്. കാരണം ഈ ആക്ട് അനുസരിച്ച് നടപടി എടുക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്, അല്ലാതെ മന്ത്രിമാരല്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അത് നമ്മൾ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം. ഇങ്ങനെ ഇവിടെ ഇത്രയും അഴുക്കവിടെ കൂടി കിടന്നാല് അതിനെതിരെ നടപടിയെടുക്കണം. അവിടെ വീണ്ടും ഞങ്ങൾ കൈയേറ്റങ്ങൾ ഒഴിപ്പിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? അന്ന് ആ കൈയേറ്റങ്ങൾ ഒഴിപ്പിച്ച സ്ഥലത്ത് ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് പോയി നോക്കൂ. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ ഉടനടി ഒരു തീരുമാനം സർക്കാർ എടുക്കണം. കേരളത്തിനെ സംബന്ധിച്ചിട്ട് സർക്കാർ മേയർ എന്ത് ചെയ്യുന്നു
റെയിൽവേ എന്ത് ചെയ്യുന്നു, സർക്കാരിന്റെ ഇതര കാക്കത്തൊള്ളായിരം ഏജൻസികൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ ഇവിടെ ആരുമില്ല. ഇലക്ഷൻ കഴിഞ്ഞു, അടുത്ത 5 വർഷം കഴിയുമ്പോഴാണ് ഇനി അവരെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്. ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ നമ്മുടെ മുമ്പിൽ കയ്യും കൂപ്പി നിന്നിരുന്ന ആൾക്കാരാണ്. നാളെ മുതൽ നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, നമ്മൾ ചെന്നാൽ നമ്മളെ അറിയില്ല, നമ്മൾ കൈ കൂപ്പിക്കൊണ്ട് ഒരു കാര്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ ധാർഷ്ട്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുമാണ് ഇവരിൽ നിന്നുള്ളത്. അവിടേക്ക് ആരാണ് ഇവരെ ഫോക്കസ് ചെയ്യേണ്ടതും ഫോളോ ചെയ്യേണ്ടതും? എല്ലാ ഏജൻസികളെയും ഏകോപനം നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഏജൻസികളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ ഒരു വിഷയം നടന്നപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഒരുങ്ങുന്നു. മറ്റുള്ള നേതാക്കന്മാരും മന്ത്രിമാരടക്കമുള്ളവർ എല്ലാവരെയും കുറ്റപ്പെടുത്തി അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പ് എടുക്കുന്നു. എടോ, നിങ്ങൾക്കൊക്കെ ഒരു ദിവസം ഒന്ന് പറയാൻ പറ്റുമോ, ഈ പേരന്റർ കനാലും ഈ ആമയിഴഞ്ചൻ തോടും പാർവതി കുത്തനാറും നാളെ മുതൽ ഞങ്ങൾ ഇറങ്ങി വൃത്തിയാക്കാൻ പോവാണെന്ന് പറയാൻ പറ്റുമെന്നും തോന്നിയില്ലല്ലോ. അവിടെയാണ് ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ പറയുന്ന നഗരത്തിന്റെ മുഴുവൻ അഴുക്ക് ആവാഹിച്ചുകൊണ്ട് ഒഴുകുന്ന കാളിന്തി നദി പോലെയായ ആമയിഴഞ്ചാൻ തോടിലെ വെള്ളത്തിനുള്ളിലേക്ക് ഊളിയിടുവാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആളുകൾ, ഒരു മനുഷ്യൻ ഒന്ന് കാലുകൊണ്ട് ചവിട്ടാൻ പോലും അറയ്ക്കുന്ന അത്രയും മാലിന്യം പൂർണ്ണമായിട്ടുള്ള ഒരു ജലം. ആ ജലത്തിൽ ഇറങ്ങിയാൽ ദേഹത്ത് എന്തായാലും അവർക്ക് അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാകും, റിഫ്ലക്ഷൻ ഉണ്ടാകും. ആഫ്റ്റർ എഫക്ട്സ് വളരെ ഭീകരമായിരിക്കും. കണ്ണും അതുപോലെ ചെവികളിലൂടെയൊക്കെ ഈ വെള്ളം തലയ്ക്കുള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് ഇനി പാവങ്ങൾ അനുഭവിക്കുന്ന വേദന അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന രോഗങ്ങളും അതിവിദൂരമല്ലാതെ അത് വളരെ ഭീകരമായിരിക്കും. ഇത്രയും മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ റോബോട്ടിക് സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് മാത്രം തെരഞ്ഞാൽ മതിയായിരുന്നു എന്ന് ഞാൻ അന്നേരം ചിന്തിച്ചിട്ടുണ്ട്. ഇത്രയും സാങ്കേതികത കടന്നു വന്നിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഈ മനുഷ്യന്മാരെ, ഈ റോബോട്ടിക് സ്കൂബ ഡൈവേഴ്സ് ഈ പറയുന്ന നമ്മളുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ സ്കൂബ ഡൈവേഴ്സിന്റെ ജീവിതം തന്നെയാണ് നിങ്ങൾ ഹോമിച്ച് അല്ലെ കൊലക്കി കൊടുക്കുന്നത്. കാരണം അവരിറങ്ങിയിരിക്കുന്നത് നാളുകളിൽ അവരെ ഗ്രസിക്കാവുന്ന ഏറ്റവും വലിയ മാരക രോഗങ്ങൾ വരാവുന്ന അത്രയും രോഗവാഹിനിയായിട്ടുള്ള ആമയിഴഞ്ചാൻ തോട്ടിലെ വെള്ളത്തിലേക്കാണ്, അല്ലാതെ നല്ല ഒരു വെള്ളത്തിലേക്കല്ല അവർ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ അവർ അനുഭവിക്കേണ്ടി വരും. ആ കുട്ടികൾക്കാണ് അല്ലെങ്കിൽ അവർക്കാണ് സംസ്ഥാന ഗവൺമെന്റ് പാരിതോഷികൾ നൽകേണ്ടത്. ആരും അറക്കുന്ന വെറുപ്പുളവാക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും സ്വന്തം ജീവൻ മറന്ന് അല്ലെങ്കിൽ മാറ്റി വെച്ചുകൊണ്ട് ആ ജീവന്, ഒരാളുടെ ജീവൻ ആ ബോഡിയിൽ ഏതെങ്കിലും ഒരു സ്പന്ദനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആമയിഴഞ്ചാൻ തോടിന്റെ ആഴക്കയങ്ങളിലേക്ക് ഊളിയിട്ട് കടന്നു വന്ന ആ ചെറുപ്പക്കാരുണ്ടല്ലോ, അവർക്കാണ് നമ്മൾ ബിഗ് സല്യൂട്ട് നൽകേണ്ടത്. അവരെയാണ് പുനരധിവസിപ്പിക്കേണ്ടത്. അവരിൽ പലർക്കും ചിലപ്പോൾ വീട് കാണില്ല, അവരിൽ പലർക്കും പലപ്പോഴും ജപ്തിയുടെ നടുവിലായിരിക്കും അവർ നിൽക്കുന്നത്. സർക്കാർ കൊടുക്കുന്ന ഈ പറയുന്ന 4 ശമ്പളത്തിൽ നിന്നുകൊണ്ട് അവരുടെ മക്കളെ പഠിപ്പിക്കാനോ കല്യാണം കഴിച്ചേൽപ്പിക്കാനോ വീട് വെക്കുന്നതിനോ ഒന്നും അവർക്ക് സാധ്യതകൾ ഉണ്ടായെന്ന് വരത്തില്ല. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ സ്വയം മറന്നുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആ ടീമിന് അവരെ വിളിച്ചിട്ട് സംസ്ഥാന ഗവൺമെന്റ് പാരിതോഷികം കൊടുക്കണം, അവരുടെ വിഷയങ്ങൾ അന്വേഷിക്കണം, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കണം. അവിടെയാണ് നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്നത്. അല്ലാതെ അവരെ 2 വാക്ക് പറഞ്ഞിട്ട് പണ്ട് നമ്മളുടെ പ്രളയ കാലഘട്ടത്തിൽ സ്വന്തം വള്ളവുമായിട്ട് വന്ന് നമ്മളെയൊക്കെ സഹായിച്ചിട്ട് പോയ ആ വലിയ ഒരു സൈന്യമുണ്ട് കടലോര മേഖലയുടെ. അവർക്ക് നമ്മളൊക്കെ എന്ത് കുന്തമാണ് തിരിച്ചു കൊടുത്തത്? ഇന്നും ആ പട്ടിണി പാവങ്ങളുടെ ജീവിതം പണ്ടത്തെ കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന് പറഞ്ഞ പോലെയാണ്. അതുകൊണ്ട് ഈ ഒരു സ്കൂബ ഡൈവേഴ്സിന്റെ കാര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ച് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോയിട്ടുള്ള കുറെ കാഴ്ചകളുണ്ട്. അവരെ നമ്മൾ തിരിച്ചറിയണം, അവരെ റെസ്പെക്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നാളെ മുതൽ നമുക്കിറങ്ങാം. മലനാട് ജീവി അതിനുവേണ്ടി ഉദ്യമിക്കുകയാണ്. കേരളത്തിലെ തോടുകളും നദീതടങ്ങളും ജലസ്രോതസ്സുകളും വൃത്തിയാക്കുന്ന കാര്യത്തിൽ മലനാട് ജീവി മുന്നോട്ട് വരികയാണ്. ആമയിഴഞ്ചാൻ തോട് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ തോടുകളിലും നഗരങ്ങളിലൂടെ ഒഴുകുന്ന തോടുകൾ, കാളിന്തി നദിയായിട്ട് നിശ്ചലമായി ഒഴുകുന്ന തോടുകൾ, നിശ്ചലമായി നിൽക്കുന്ന തോടുകളുണ്ട്. എന്തുകൊണ്ട് ഡ്രഡ്ജ് ചെയ്ത് വൃത്തിയാക്കി അവിടെ പ്യൂരിഫൈ ചെയ്ത് ക്ലോറിനേഷൻ ചെയ്ത് അയൽവക്കത്ത് താമസിക്കുന്നവർക്ക് പോലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൊതുക് നിവാരണത്തിന് ഉതകുന്ന രീതിയിൽ ഒക്കെ നമുക്ക് ചെയ്തുകൂടാ? എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നൊരു വാർത്തയായിരുന്നു ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ ഒരു കാര്യത്തിൽ സ്വമേധയാ കേസെടുത്തത്. ആ ബെഞ്ചിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പം ബ്രഹ്മപുരം പ്ലാന്റിന്റെ ആ നിർണായകമായിട്ടുള്ള തീ ആളിപ്പടർന്നതും കൊച്ചി ജനതയെ വീർപ്പ് മുട്ടിച്ചതും മാരക രോഗികളാക്കാൻ കാണിച്ച ആ ഒരു പ്രവർത്തനത്തിലും ബോധപൂർവം അല്ലെങ്കിൽ സ്വമേധയാ കേസെടുത്ത അതേ പാനൽ, അതേ ബെഞ്ച് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമോവാകം. എന്തായാലും ബ്രഹ്മപുരത്തിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞാൽ ഇനിയും വെയിറ്റ് ചെയ്യുകയാണ്.
ബ്രഹ്മപുരം അടുത്ത തീ കത്തുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരാൾ വന്നെന്നാണ് അറിഞ്ഞത്, കോർപ്പറേഷനെ സമീപിച്ചു, ഞങ്ങൾ അങ്ങോട്ട് പണം തരാം, ഞങ്ങൾക്ക് 1 രൂപ ഇങ്ങോട്ട് തരണ്ട, വേസ്റ്റ് ഈസ് മണി നായക്കറിയാം, എന്നിട്ട് അവർക്ക് കൊടുത്തില്ല. എന്തൊക്കെ രാഷ്ട്രീയ ചൂതുകളികളാണ് ഇവിടെ നടക്കുന്നത്. ബ്രഹ്മപുരം, അതുപോലെ തന്നെ വിളപ്പിൽശാല, ഇതേപോലെയുള്ള മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുന്ന സമീപവാസികൾക്ക് ആശ്വാസവുമായി മലനാട് ടിവിക്ക് പ്രോജക്റ്റ് ഉണ്ട്. നിങ്ങൾ ഞങ്ങളെ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന കോർപ്പറേഷന് വലിയ വിഷമമാണ് ഒരു നഗരത്തിന്റെ മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യാനും ആ മാലിന്യങ്ങൾ പിന്നെ പ്രോസസ്സ് ചെയ്ത് അതിന് സംസ്കരിക്കുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ ഇത് നിങ്ങൾ 400-500 കോടി രൂപ പിന്നെ ഈ പറയുന്നതിനോട് UK ബേസ്ഡ് കമ്പനിക്കൊക്കെ കൊടുക്കാൻ നിൽക്കുന്നവരാണ്. ഞങ്ങൾക്ക് 1 രൂപ തരണ്ട. ഞങ്ങൾ അത് ഏറ്റെടുത്ത് ഹൈജീനിയാക്കി ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന സെഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്ത് സർക്കാരിൻ്റെ തന്നെ സ്ഥാപനങ്ങൾക്ക് ബയോഗ്യാസും ബയോഡീസലും ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. ഇത്രയേറെ സാധ്യതകൾ നിലകൊള്ളുമ്പോഴാണ് ഇവിടെ ഈ പറയുന്ന നാണം കെട്ട രാഷ്ട്രീയ ചൂതു കളികളും വടം വരികൾക്കിടയിൽ കിടന്ന് ഈ പാവപ്പെട്ട ജോയിയെ പോലുള്ള ആളുകൾ മരിച്ചു പോകുന്നതും അവരുടെ മരണം ആഘോഷിക്കപ്പെടുന്നതും. ഇതിന് ബോധപൂർവമുള്ള നരഹത്യക്കുള്ള കേസ് എടുക്കുകയാണെങ്കിൽ ഒരാളിലേക്ക് ഒറ്റയ്ക്ക് ഒതുങ്ങരുത്. കാരണം ഈ ഒരു ജോയിയുടെ മരണത്തിൽ ആരൊക്കെയാണ് ഉത്തരവാദി അവർക്കെല്ലാവർക്കും തുല്യമായിട്ടുള്ള ശിക്ഷയാണ് വിധിക്കേണ്ടത്. എന്തായാലും മലനാട് ടിവി ഒന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ സമ്മതിദാനം രേഖപ്പെടുത്തി നിങ്ങളെ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും അയക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് ആർക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ശബ്ദം പ്രകടിപ്പിക്കുന്നതെന്നും നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഭരണചക്രം തിരിക്കുന്നതെന്നും സസൂക്ഷ്മം വീക്ഷിക്കുവാൻ മലനാട് ടിവി ഒരുങ്ങുകയാണ്. എൻ്റെ നാട് എന്നത് മലനാട് ടിവിയുടെ ഏറ്റവും പുതിയ വാർത്താ പരമ്പരയാണ്. ആ പരമ്പരയിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ 1034 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിരാജിക്കുന്നവരെ പോലെ തന്നെ ഞങ്ങളുടെ ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള ജനങ്ങളാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചുള്ള റിട്ടയർഡ് ആയിട്ടുള്ള IASകാരും ജസ്റ്റിസുമാരും അടക്കമുള്ളവരുടെ ഒരു വലിയ പാനൽ, ജസ്റ്റിസ് കമാൽ പാഷ, മേജർ രവി, അതേപോലെ സലിം ADM സലിം രാജ് അടക്കമുള്ളവരുടെ ഒരു വലിയ പാനൽ ഞങ്ങൾക്കുണ്ട്. എന്തായാലും കേരളത്തിന്റെ ഇപ്പോഴത്തെ യാത്ര രാഷ്ട്രീയ പാർട്ടികൾ മാത്രം നിയന്ത്രിച്ചാൽ പോരാ എന്നുള്ള തോന്നലുള്ളതുകൊണ്ട് പൊതുജനം കൂടി നിയന്ത്രിക്കണം എന്നുള്ള തോന്നലുള്ളതുകൊണ്ട് എൻ്റെ നാട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കടന്നു വരികയാണ്. ആ പ്രോഗ്രാമിൽ നമ്മൾ കാണിച്ചു തരും ആരൊക്കെയാണ് യഥാർത്ഥ അവകാശികൾ, അർഹിക്കുന്ന അവകാശികൾ ആരൊക്കെയാണ് സല്യൂട്ട് ചെയ്യുവാൻ, ആരൊക്കെയാണ് യഥാർത്ഥ അവകാശികൾ പിടിച്ച് ക്രൂശിൽ തറയ്ക്കുവാൻ അല്ലെങ്കിൽ പിടിച്ച് കോടതിയിൽ കൊണ്ടുവന്ന ശിക്ഷയ്ക്ക് മുമ്പിൽ വിധേയനാക്കുവാൻ എന്നുള്ള രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു തരുന്ന ഒരു വാർത്താ സംരക്ഷണത്തിന്റെ മുതിരുകയാണ്. ജനാധിപത്യ സംവിധാനങ്ങളെ എല്ലാം പൂർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന എൻ്റെ നാട് ഉടൻ കടന്നു വരും. പലപ്പോഴും പറയാറുണ്ട്, ഇനി ലോകം അവസാനിക്കുന്നത് കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ കൊണ്ടല്ല, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കുന്ന നമ്മളെ പോലെയുള്ള വിഡ്ഢികളെ കൊണ്ടാണ് ലോകം അവസാനിക്കാൻ പോകുന്നതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സമൂഹമല്ല ഇനി വരുന്നത്. പ്രതികരിക്കാനും വിരൽ ചൂണ്ടാനും നാടിന്റെ നന്മ നമ്മളിലൂടെ എന്നുള്ള ആപ്തവാക്യം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ന്യായമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ ഒരുങ്ങുകയാണ് എൻ്റെ നാട്ടിലൂടെ. കാത്തിരുന്ന് കാണാം. മറ്റൊരു ജോയിയുടെ ജീവൻ അപഹരിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ നാട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. എല്ലാവരും ഞങ്ങളോടൊപ്പം ചേർന്ന് സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.